ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു കുടുംബം സമാധാനമായിരിക്കണമെങ്കിൽ ആ വീട്ടിൽ പ്രാർത്ഥന ഉണ്ടായേ മതിയാവുള്ളൂ. ഏതു കുടുംബത്തിലാണോ പ്രാർത്ഥനയുടെ ശബ്ദമുയരുന്നത്, വചനമുയരുന്നത്, ആ വീട്ടിൽ കർത്താവ് സ്വർഗം തുറന്ന് ഇറങ്ങി വരും. ഒരു ഭർത്താവിനെക്കുറിച്ചോ ഭാര്യയെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ നിങ്ങൾക്ക് പരാതിയുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ അടുത്ത് മാത്രമേ പറയാവുള്ളൂ. ബാക്കി ആരോട് പറഞ്ഞാലും അത് കറങ്ങിത്തിരിഞ്ഞ് നാണക്കേടായി നിങ്ങളുടെ തലയിൽ തന്നെ പതിക്കും. ആരെക്കുറിച്ച് നമ്മുടെ പരാതി യേശുവിൻ്റെ അടുത്ത് ചെല്ലുന്നുവോ ആ വിഷയത്തിൽ കർത്താവ് നമുക്ക് മറുപടി തരും. ഒരു പക്ഷേ കുറച്ചധികം നാൾ കാത്തിരിക്കേണ്ടി വന്നേക്കാം. നിരാശപ്പെടേണ്ട, തക്ക സമയത്ത് കർത്താവ് മറുപടി തരും. നമ്മൾ ഓരോ തീരുമാനമെടുക്കണം. ആരെക്കുറിച്ച് നിനക്ക് പരാതിയുണ്ടോ അത് ഈശോയുടെ അടുത്ത് മാത്രമേ പറയൂ എന്ന തീരുമാനം. ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ വേദനയും പ്രശ്നങ്ങളും കേൾക്കുമ്പോൾ അവർ സുഖം അനുഭവിക്കുന്ന വ്യക്തികളാണ്. അതിനേക്കാൾ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. പുറമേ നമ്മോട് ദുഃഖം കാണിച്ച് ഉള്ളിൽ സന്തോഷിച്ച് ഈ കാര്യം ആരോടെല്ലാം പറയാൻ സാധിക്കുമോ അവരോടെല്ലാം പറയുകയും ചെയ്യും. അത് നമ്മൾ അറിയുമ്പോൾ ഇരട്ടി വേദനയാണ് പിന്നെ നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് മൂന്നാമതൊരാളെ കൊണ്ടുവരാൻ പാടില്ല. യേശുവല്ലാതെ ഒരു മൂന്നാമൻ നമ്മുടെ ലൈഫിൽ ഉണ്ടാകരുത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരു വ്യക്തികളുമായി നിങ്ങൾ പങ്കുവയ്ക്കരുത്. വചനത്തിൽ കൂടി നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവെ, എൻ്റെ അധര കവാടങ്ങൾക്ക് കാവലേർപ്പെടുത്തണമേ, വായയ്ക്ക് വാതിലും പൂട്ടും നിർമ്മിക്കണമേ എന്ന്. എത്ര വലിയ പേരും പ്രശസ്തിയും പണവും ഉണ്ടായാലും കുടുംബം ഒരുമിച്ചാൽ മാത്രമേ ദൈവാനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ. മറ്റുള്ളവരുടെ മുമ്പിൽ വച്ച് സ്വന്തം ജീവിത പങ്കാളികളെ കളിയാക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും ചിലർക്കൊരു ഹരമാണ്. ഒന്ന് ഓർത്തോളൂ, മരണം വരെ താങ്ങും തണലുമായിരിക്കേണ്ടതാണ് ഓരോ ഭാര്യ ഭർത്താക്കന്മാരും. അത് എപ്പോഴും നമ്മുടെ ചിന്തയിൽ ഉണ്ടാകണം. വിവാഹമെന്ന കുദാശയിൽ ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും എല്ലാ കാര്യങ്ങളിലും ഒന്നായിരിക്കണം എന്നത് നമ്മൾ ഈശോയ്ക്ക് കൊടുത്ത വാക്കാണ്. ആ വാക്ക് കൊടുത്തിട്ടാണ് നമ്മൾ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഓരോ ഭാര്യ ഭർത്താക്കന്മാരും ഈ വാഗ്ദാനം ഓർക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഓരോ മാതാപിതാക്കളും സ്വന്തം മക്കൾക്ക് വന്ന് ദുഃഖങ്ങളും വേദനകളും പ്രശ്നങ്ങളും പറയുമ്പോൾ അത് ക്ഷമയോടെ കേട്ട് അവരെ ആശ്വസിപ്പിക്കണം. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നീയും ഈശോയോട് പ്രാർത്ഥിക്കേ എന്ന് പറയണം. കർത്താവ് തീർച്ചയായും നിന്റെ ജീവിതത്തിൽ ഇടപെടും എന്ന് ഉറപ്പ് കൊടുക്കണം. അവരെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കണം. ഒരിക്കലും ഒരു മാതാപിതാക്കളും എരുതിയിൽ എണ്ണയൊഴിക്കരുത്. ഇന്ന് പകുതി പേരുടെ ജീവിതം നശിക്കുന്നത് മാതാപിതാക്കളുടെ അനാവശ്യമായ ഇടപെടൽ കൊണ്ടാണ്. അതുകൊണ്ട് ഓരോ മാതാപിതാക്കളും സൂക്ഷ്മതയുള്ളവരായിരിക്കണം. കുടുംബജീവിതം എന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് തിരിച്ചറിയണം. കൊച്ചു കൊച്ചു തെറ്റുകളൊക്കെ പരസ്പരം ക്ഷമിക്കാൻ പറയണം. ചെറിയ കാര്യങ്ങളൊന്നും ഊതിപ്പെരിപ്പിക്കരുത്. ഓരോ ക്രിസ്തീയ കുടുംബങ്ങളും കൂടുമ്പോൾ ഇമ്പമുള്ളതാകട്ടെ. അതിൽ കയറി പ്രവർത്തിക്കാൻ സാത്താനെ അനുവദിക്കരുത്. വിവാഹത്തിൽ ഏർപ്പെടാൻ പോകുന്ന മക്കൾക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കുക. പരസ്യങ്ങളിലോ നാടകങ്ങളിലോ സിനിമയിലോ ഉള്ളതല്ല ജീവിതമെന്ന് ഓരോ പെൺകുഞ്ഞുങ്ങളെയും ആൺകുഞ്ഞുങ്ങളെയും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. പക്വത ഉണ്ടെങ്കിൽ മാത്രം വിവാഹം കഴിപ്പിക്കുക. വിവാഹം കഴിപ്പിച്ച് മക്കളെ നന്നാക്കാൻ ശ്രമിക്കാതിരിക്കുക. നിങ്ങളുടെ കളിപ്പാട്ടങ്ങളല്ല ഓരോ വീട്ടിലെയും മക്കൾ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.